ബെയിലി പാലം ഇപ്പോൾ ചൂരൽമലയിലെ ഈ വയനാട്ടിലെ ചൂരൽമലയിലെ ഈ നമ്മുടെ ഉരുൾപൊട്ടൽ ആ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും അധികം ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്നത് ബെയിലി പാലമാണ്. ഈ ബെയിലി പാലം ഒരു ഒരു ആൾക്കാർക്ക് ഇപ്പോൾ ഒരു ഇതിൻ്റെ കൂടെയുള്ള ഒരു കൗതുകം കൂടിയാണ്. കൃത്യമായിട്ട് ആദ്യമായിട്ട് ബെയിലി പാലം രാജ്യത്ത് സ്ഥാപിക്കുന്നത് കേരളത്തിൽ നിന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വിവരം. ഈ ജോണിൻ്റെ നാട്ടിൽ ബെയിലി പാലം വന്നിട്ടുണ്ട്, ഏനാത്ത്. അപ്പോൾ കൂടുതൽ അനുഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഒന്ന് പറഞ്ഞാൽ അതെല്ലാം കൂടെ ചേർത്ത് അനുഭവവും ആ ബെയിലി പാലത്തെക്കുറിച്ചൊക്കെ ജോൺ വളരെയധികം അറിയാവുന്ന ആളായതുകൊണ്ട് എനിക്കറിയാം. അതുകൊണ്ടങ്ങ് ജോൺ അങ്ങ് പറഞ്ഞോളൂ. ഈ ബെയിലി പാലം എന്ന് പറയുന്നത് 1942 ബ്രിട്ടീഷ് വംശജനായ ഡൊണാൾഡ് ബെയ്ലി എന്ന് പറയുന്ന ആളാണ് ഈ ബെയിലി പാലത്തിൻ്റെ രൂപകൽപ്പന ചെയ്തത്. അതായത് ഈ ചിലർക്ക് പലതരം ഈ എന്താ പറയുക ഹോബീസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ ഇദ്ദേഹത്തിൻ്റെ ഹോബി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പലതരം പാലങ്ങൾ രൂപകൽപ്പന ചെയ്യുക, അതിൻ്റെ പിന്നാലെ പോവുക, അത് ഉണ്ടാക്കുക, ഇങ്ങനെയൊക്കെ പറയുന്ന രീതിയായിരുന്നു. അപ്പോൾ ഇദ്ദേഹം പലതരം സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് ഈ പാലം നിർമ്മിക്കുക. അപ്പോൾ അങ്ങനെയാണ് ഇദ്ദേഹം ഈ ബെയിലി പാലം. ഈ പാലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഉരുക്കും തടിയുമാണ് പ്രധാന ഘടകങ്ങൾ. ഇത് നമുക്കിപ്പോൾ ഒരു സ്ഥലത്ത് ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പോൾ നമുക്ക് ഈ ചൂരൽമലയിൽ ദുരന്തം നടന്നു. അപ്പോൾ അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് എത്തിപ്പെടാനുള്ള അവിടുത്തെ പാലം തകർന്നു പോയി. അപ്പോൾ ഇവരെ രക്ഷിക്കണമെങ്കിൽ നമുക്ക് വലിയ പ്രയാസമാണ്. അപ്പോൾ നമുക്ക് ഈ സംഭവം ഇവിടെ നമുക്ക് ഉണ്ടാക്കി വെക്കാം. അതിൻ്റെ ഈ ഘടകങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് നിർമ്മിച്ച് വെച്ചിട്ട് നേരത്തെ നിർമ്മിച്ച് വെച്ചിട്ട് ഇതൊരു ട്രക്കിലോ ഒക്കെ കയറ്റി കഷ്ണമാക്കി വെച്ചിട്ട് നമുക്ക് അവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് അതങ്ങ് ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ഇത് ചെയ്യാൻ പറ്റും. അങ്ങനെ അദ്ദേഹം 1942 ഈ ഡൊണാൾഡ് ബെയ്ലി, അതുകൊണ്ടാണ് ബെയിലി പാലം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരും കൂടെ ചേർത്തിട്ടാണ് ഈ ബെയ്ലി എന്നുള്ള പേര് വന്നിരിക്കും, ബെയിലി പാലം. അപ്പോൾ ആദ്യമൊക്കെ നമ്മളിത് കേൾക്കുമ്പോൾ കൗതുകം ഉണ്ടായത് എന്താണ് ഈ ബെയിലി പാലം എന്ന് പറയുന്നത്. നമ്മൾ ധാരണ എന്തോ ഒരു സംഭവം വെച്ചിട്ടൊക്കെ ചെയ്യുന്ന അതിനാണ് ബെയിലി എന്ന് പറയുന്നതാണ്. നമ്മൾ ഈ സൈന്യമായിട്ട് ബന്ധപ്പെട്ട് കേട്ടിട്ടുണ്ട്. സൈന്യം ഇങ്ങനെ യുദ്ധത്തിന് പോകുമ്പോൾ ഈ പാലമൊക്കെ ഉണ്ടാക്കി ടാങ്ക് പോലും ചിലപ്പോൾ ചില ശത്രു രാജ്യത്തോട്ട് പോകുമ്പോൾ ഇവർ പാലം പൊളിച്ചളയും. അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ കലുങ്കും പാലവും ഒക്കെ ഉണ്ടെങ്കിൽ ശത്രു രാജ്യങ്ങൾ പൊളിച്ചളയും, ഇവർ പോകാതിരിക്കാൻ. പെട്ടെന്ന് മിനിറ്റുകൾ കൊണ്ട് സൈന്യം ഈ പാലം ഉണ്ടാക്കിയിട്ട് അതിൽ കൂടെ ടാങ്ക് കടന്നു പോകുന്നൊക്കെ ഞാൻ കൊച്ചിലെ ഈ കൗതുകരമായിട്ട് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഈ ബെയിലി പാലത്തോട് കൗതുകം തോന്നിയത്. അതായത് ഇത് ഈ പാലം സൈന്യമാണ് പിന്നീട് ആദ്യം ഇദ്ദേഹം ഇത് നിർമ്മിച്ചെങ്കിലും പിന്നീട് സൈന്യമാണ് ഇത് ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയത്. നോർത്ത് ആഫ്രിക്കയിലെ ബ്രിട്ടീഷ് സൈന്യത്തിന് വേണ്ടിയിട്ടാണ് ആദ്യത്തെ ബെയിലി പാലം ഉണ്ടാക്കുന്നത്. ബ്രിട്ടീഷ് സൈന്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ആദ്യത്തെ ബെയിലി പാലം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകത ഭാരക്കുറവുള്ള ഘടകങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്കൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പെട്ടെന്ന് ഇതിനെ മാറ്റാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയ പ്രത്യേകത. നിർമ്മാണ സാമഗ്രികളൊക്കെ പെട്ടെന്ന് എത്തിക്കാം. ക്രെയിനിൻ്റെ സഹായം വേണ്ട. അപ്പോൾ ആളുകൾക്ക് തന്നെ അത് എടുത്ത് വെക്കാം. അപ്പോൾ ക്രെയിൻ കൊണ്ടുവരണമെന്നില്ല, ആളുകൾക്ക് തന്നെ എടുത്ത് വെക്കാം. അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങളുള്ളത് കൊണ്ടാണ് ഈ അപകടം നടക്കുന്ന സ്ഥലങ്ങളിൽ പെട്ടെന്ന് ഒരു പാലം ഉണ്ടാക്കുന്നതിന് സഹായകമാകുന്നതുകൊണ്ടാണ് നമുക്ക് ബെയിലി പാലത്തെ ഈ ദുരന്തം നിവാരണ സേനയൊക്കെ ആശ്രയിക്കുന്ന. അല്ലെങ്കിൽ സൈന്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ടാങ്കുകളൊക്കെ ഒരു പാലം ഉണ്ടാക്കിയിട്ട് ശത്രു രാജ്യത്തേക്ക് ഇരച്ചു കയറാൻ വേണ്ടി അതെ. ഈ വാഹനങ്ങൾക്ക് അതുപോലെ കനമേറിയ ടാങ്കറുകൾക്ക് ഇതിനെല്ലാം കടന്നു പോകാന്നുള്ളതുകൊണ്ട് രാജ്യത്ത് സൈന്യം കൂടുതലായി മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും ഉപയോഗിക്കുന്ന ഒന്നാണ് ബെയിലി പാലം. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നേരത്തെ ചേട്ടൻ പറഞ്ഞതുപോലെ ഈ ഇന്ത്യയിൽ ആദ്യമായിട്ടൊന്ന് കേരളത്തിലാണ്. അത് പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലാണ് ആ പാലം വരുന്നത്, ബെയിലി പാലം വരുന്നത്. 1996 നവംബർ 8 പമ്പാ നദിക്ക് കുറുകെയുള്ള പാലം, 36 വർഷം പഴക്കമുള്ള പാലം പാലം തകർന്നു, വെള്ളം എടുത്തുകൊണ്ട് പോയപ്പോൾ 2 മാസം ബെയിലി പാലത്തിലൂടെയാണ് വാഹനങ്ങൾ നദി കടന്നു പോയിട്ടുള്ളത്. പിന്നീട് വരുന്നത് ഈ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഏനാത്ത് പാലം. ഏനാത്ത് പാലം ആ പാലത്തിൻ്റെ തകർച്ച ഉണ്ടായപ്പോൾ അവിടെയും ബെയിലി പാലം താൽക്കാലികമായി ബെയിലി പാലം നിർമ്മിച്ചിട്ടാണ് ഈ വാഹനങ്ങളെ. അല്ല, അത് ചിലപ്പോൾ ജോണിന് നല്ല പരിചയം കാണുമല്ലോ, സ്ഥലത്ത് പോയി കാണുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു അനുഭവം? വളരെ ഫാസ്റ്റ് ആയിട്ടാണ് എത്ര ആൾക്കാരുണ്ടാവും? പട്ടാളക്കാരാണല്ലോ ഒന്നും ചെയ്യുന്നത്. അതെ, സൈന്യമാണ് വന്നത്. ആ സമയത്ത് നമ്മളിപ്പോൾ അത് അവർ വരുന്ന സമയത്ത് പോലും നമ്മൾ പിന്നീട് പോയി കാണുകയാണ് ചെയ്യുന്നത്. ബെയിലി ആ ഒരു കൗതുകത്തിന്റെ പുറത്ത് നമ്മൾ പോയി കാണുകയാണ്. ഇത് നിർമ്മിച്ചോണ്ടിരിക്കുമ്പോൾ കാണാൻ പറ്റില്ല. ഇല്ല. അത് വളരെ ഫാസ്റ്റ് ആയിട്ട് അവരങ്ങ് അധിക സമയമൊന്നും വേണ്ട, വളരെ പെട്ടെന്ന്. അതുകൊണ്ടാണ് ഇത് ഈ ദുരന്ത സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി. കാരണം വളരെ പെട്ടെന്ന്. അല്ലാതെ അവിടെ പാലം പൊളിച്ചിട്ട് ചെയ്തപ്പോഴാണോ? അതായത് ഈ പാലം തകർന്നു
തകർന്നുപോയി. പുതിയ പാലം ഉണ്ടാക്കാൻ തകർന്നു. പാലം തകർച്ചയിലായപ്പോൾ പിന്നെ വാഹനങ്ങൾ കടന്നു പോകാൻ പറ്റത്തില്ല. അപ്പോൾ പുതിയ പാലത്തിൻ്റെ പണി തുടങ്ങുന്ന സമയത്ത് പഴയ പാലം പൊളിച്ചിട്ട് ആ വഴിയിലേക്ക് ഈ ബെയിലി പാലം വഴിയാണ് പിന്നെ വാഹനങ്ങൾ അതെ സൈന്യമാണ് അത് ചെയ്തത്. ഇത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ബെയിലി പാലം എന്ന് പറയുന്ന 1975 ഒക്ടോബറിൽ പ്രവർത്തനക്ഷമമായിട്ടുള്ള 788 മീറ്ററാണ്. ഓസ്ട്രേലിയയിലെ ഹോബാർട്ടിലാണ്. അത് ഡെർവൻ നദിക്ക് കുറുകെ നിർമ്മിച്ചതാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ബെയിലി പാലം. അത് 788 മീറ്ററാണ് അതിൻ്റെ നീളം. ഇതിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ ദുർഘടമായ മലനിരകളിലൂടെയൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ദുർഘടമായ മലനിരകളിലൂടെയൊക്കെ ഇപ്പോൾ ഇവിടെയും അങ്ങനെ ഒരു പ്രദേശമാണല്ലോ വയനാട്ടിൽ. അപ്പോൾ ഈ മലനിരകളിലൂടെയൊക്കെ പാലം നിർമ്മിക്കാൻ കഴിയും. ടാങ്കറുകൾ നമുക്ക് കുതിക്കാൻ പറ്റും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ ഇന്ത്യയിൽ ഇവിടെ ഉള്ളത് നമ്മുടെ ഈ ഇവിടെ ഇപ്പോൾ ഉണ്ടാക്കുന്നത് 24 ടണ്ണുള്ളതാണ്. അതെ 24 ടൺ 190 അടി നീളമുള്ളതാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഇന്ത്യയിൽ സൈനിക ആവശ്യത്തിനായിട്ട് നമ്മൾ ബെയിലി പാലം നിർമ്മിച്ചത് കാശ്മീരിലെ ലഡാക്കിലാണ്. ദ്രാസ് സുറുമ നദിക്ക് കുറുകെ നിർമ്മിച്ച പാലത്തിന് 98 അടി നീളമുള്ള ബെയിലി പാലമാണ് സൈനിക ആവശ്യത്തിനായിട്ട് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ അതിനിടയ്ക്ക് സൈന്യം ചെയ്തിട്ടുള്ളത് ഇതുപോലെ ദുരന്തം നടന്ന സ്ഥലങ്ങളിൽ ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇതുവരെ സൈന്യത്തിന് വേണ്ടിയിട്ട് അവരുടെ സൈനിക ആവശ്യം ഉണ്ടാക്കിയത് ഈ കാശ്മീർ ഇന്ത്യയിൽ ആദ്യമായി കാശ്മീരിൽ. അതെ നമുക്ക് ഇവിടെ വരുന്നത് വയനാട്ടിൽ വരുന്നത് കണ്ണൂർ പ്രതിരോധ സുരക്ഷാ സേനയിലെ ക്യാപ്റ്റൻ പുരൺ സിംഗ് നദാവത്ത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ്. അദ്ദേഹമാണ് ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. അത് ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് ഇവിടെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. 17 ട്രക്കുകളിലായിട്ടാണ് കൊണ്ടുവരുന്നത്. അത്രയും സാധനമുണ്ട്. ഉണ്ട്. അത് കൊണ്ടുവന്ന് അവിടെ നിർമ്മിച്ച് വെച്ചിരിക്കില്ല. അത് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുന്നു. അവിടെ ഉരുക്കും തടിയുമാണ്. ഈ ഉരുക്ക് വെച്ചിട്ട് നട്ടും ബോൾട്ടൊക്കെ ഇട്ട് മുറുക്കി പെട്ടെന്ന് വളരെ പിന്നെ അതിന്റെ പുറത്ത് തടി ഇടുമായിരിക്കും. അത് പാലങ്ങൾ ഒലിച്ചു പോവുകയോ തകർന്നു വീഴുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് അവർ ഈ സാഹചര്യത്തിലാണ് സൈന്യം ഇങ്ങനെയുള്ള ബെയിലി പാലം എന്ന് പറയുന്നത് നമുക്ക് താൽക്കാലിക. ഇപ്പോൾ അവിടെ ആദ്യം ചെയ്തത് ഈ വടം കെട്ടിയിട്ട് കയറൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാലം പോലെ ചെറിയ പാലം. അത് വാഹനങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല. ഇതിപ്പോൾ നമുക്ക് വാഹനങ്ങൾ ആ പാലം ഇപ്പോൾ വെള്ളത്തിൽ മുങ്ങി എന്നാണ് കേട്ടത്. ചെറിയ പാലം ആൾക്കാർ ഒരാളിന് പോകാൻ പറ്റുന്ന പാലം ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ കണ്ടിരുന്നു, ടി വിയിലെ കണ്ടല്ലോ. പക്ഷെ അത് വെള്ളത്തിൽ മുങ്ങി എന്ന് പറയും. ഇപ്പം വളരെ കൗതുകത്തോടെ അവിടെ ആൾക്കാർ നോക്കിയിരിക്കുന്നത് ഈ പാലം ക്ലിയർ ആവുന്നില്ല. എനിക്കൊന്നും ഇപ്പം പൂർത്തിയായി. രാവിലെ മറ്റേ റവന്യൂ മന്ത്രി പറഞ്ഞത് 10 മണിയോട് പൂർത്തിയാവുമെന്നാണ്. പക്ഷെ ഇപ്പോൾ അത് ഉച്ചയോടുകൂടി ആയിട്ടുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല വാഹനങ്ങൾ പോയി അപ്പുറത്തേക്ക് നമുക്ക് നമ്മുടെ രക്ഷാപ്രവർത്തനം കൂടുതൽ സജീവമാക്കാൻ യന്ത്രങ്ങൾ അവിടെ എത്തിക്കാൻ പറ്റും. വേഗത്തിൽ. ഇപ്പോൾ 24 ടൺ എന്ന് പറയുമ്പോൾ അത്രയും ഭാരം, 190 അടി നീളം. അപ്പോൾ അത്രയും ആ വാഹനങ്ങളെ കയറ്റിവിടാനും പെട്ടെന്ന് ഏകോപിപ്പിക്കാനും സംവിധാനങ്ങൾ നമുക്ക് പെട്ടെന്ന് വളരെ ഫാസ്റ്റായിട്ട് രക്ഷാപ്രവർത്തകർക്ക് അവിടെ എത്തിച്ചേരാനും മണ്ണിനടിയിൽ ആളുകൾ കിടക്കുന്നുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തിയെടുക്കാനും ഒക്കെ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ പ്രദേശത്ത് ഈ പാലം ഇനി കുറച്ചു കാലം അങ്ങനെ കിടക്കുമായിരിക്കും. കാരണം ബാക്കി എല്ലാ കാര്യങ്ങളും ആൾക്കാരൊക്കെ ഇനി ഒരു റീബിൽഡിങ് നടക്കണമല്ലോ അവിടെ. സ്വാഭാവികമായിട്ടും സാധനങ്ങൾ അവിടെ എത്തിക്കണം. അഥവാ ഇനിയിപ്പോൾ റീബിൽഡിങ് അവിടെ തന്നെ ഉണ്ടാകുമോ, കാരണം ഇനിയിപ്പോൾ അവിടെ താമസിക്കാനുള്ള അനുവാദം കൊടുക്കുമോ എന്നുള്ളതൊക്കെ പിന്നീട് ചർച്ച. എനിക്ക് തോന്നുന്നത് പഴയ സ്ഥലത്ത് തന്നെ ഇനി ഇവരെ താമസിക്കാൻ ഗവൺമെന്റ് അനുവദിക്കാൻ സാധ്യത കുറവാണെന്നാണ് തോന്നുന്നത്. കാരണം അപകട മേഖലയായിട്ട് മാറി കഴിഞ്ഞു. പലപ്പോഴും ഇങ്ങനെയുള്ള ദുരന്ത മേഖലകളിൽ പിന്നീട് ആളുകൾ താമസിക്കാൻ മടിക്കും. പലയിടങ്ങളിലും അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ള പല സ്ഥലങ്ങളിലും. പിന്നീട് ആളുകൾ വേണ്ടപ്പെട്ടവരുടെ ശരീരങ്ങൾ കിടക്കുന്ന മണ്ണാണ്. അല്ല, അത് മാത്രമല്ല, ഈ അവിടെ ഒരു അപകടാവസ്ഥയിലുള്ള സ്ഥലമായതുകൊണ്ട് പിന്നീട് അവിടേക്ക് താമസിക്കാനായിട്ട് ആളുകൾ ആ ഭൂപ്രദേശത്തിന്റെ രീതി തന്നെ അത് മൊത്തം വാഷ് ഔട്ടായി പോവുകയാണല്ലോ. പിന്നെ നമ്മൾ ഒന്നിനും തുടങ്ങണം. അപ്പം അവിടെ വൃക്ഷങ്ങൾ വളർന്നു വരണം, വീടുകൾ പിന്നെ ഉണ്ടായി വരണം, ബാക്കി സംവിധാനങ്ങൾ വരണം, റോഡ് വരണം. ഇങ്ങനെ എത്ര കാര്യങ്ങൾ പിന്നീട് വരേണ്ടി വരും. അപ്പോൾ അതിന് എനിക്ക് തോന്നുന്നു പലയിടങ്ങളിലും ആളുകൾ പിന്നീട് താമസിക്കാൻ ഇല്ല, അല്ലെങ്കിൽ താമസിക്കാൻ മടിക്കുന്നു. പിന്നെ സർക്കാർ തന്നെ അതിന് അനുമതി കൊടുക്കാത്ത സ്ഥിതി ഉണ്ടെന്നുള്ളതാണ്. എനിക്ക് ഞാൻ കണ്ടതിൽ വെച്ച് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ കേരള ഗവൺമെന്റ് വളരെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് തന്നെ ഈ സൈന്യത്തെ വിളിക്കാനും അതുപോലെ കേന്ദ്ര സഹായങ്ങൾ സ്വീകരിക്കാനൊക്കെ തയ്യാറായി എന്നുള്ളത് എനിക്ക് തോന്നുന്ന ഒരു പ്രത്യേകതയാണ്. കഴിഞ്ഞ നമ്മുടെ 2018, 2019 നടന്നിട്ട് പോലും ഒന്ന് അറച്ചു നിന്നിരുന്നു ഈ ഗവൺമെന്റ്. കാരണം അവരുടെ ഒരു പൊളിറ്റിക്കൽ അറപ്പാണ് അത് കേന്ദ്ര ഗവൺമെന്റ് അത് അങ്ങനെ ആ അറപ്പ് ഇപ്പം മാറിയിരിക്കുന്നു. ഇപ്പം വളരെ പെട്ടെന്ന് തന്നെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ
ഈ ഗവൺമെൻറ് സൈന്യത്തിനെ വിളിക്കാനും ബാക്കി കാര്യങ്ങളും സൈന്യത്തിൻ്റെ സഹായങ്ങൾ തേടാനും ഹെലികോപ്റ്റർ എത്തിക്കാനും എല്ലാത്തിനും വളരെ സ്പീഡ് കാണിച്ചു എന്ന് തോന്നുന്നു. അതിൻ്റെ ആ സ്പീഡിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബെയിലി പാലം ഇത്രയും പെട്ടെന്ന് വരിക. ഇത്രയും പെട്ടെന്ന് തന്നെ അത് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞ ഒരു നല്ല ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഗവൺമെൻറ് സാധാരണ ഇന്നലെ വരെയുള്ള ഈ ഗവൺമെൻറ്റിൻ്റെ സ്വഭാവം അനുസരിച്ച് നോക്കുമ്പോൾ വലിയൊരു മാറ്റം കാണുന്നുണ്ട്. കാരണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരുപാട് ആളുകൾ ഇപ്പോഴും അവിടെ എത്ര പേര് മരിച്ചു എന്നുള്ളതിന് കൃത്യമായൊരു കണക്ക് ഇപ്പോഴും നമുക്കില്ല. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ ടൂറിസം പ്ലേസ് കൂടിയാണ്. അപ്പം പുറത്തു നിന്ന് വന്നിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. പിന്നെ ഈ നമ്മളീ പറയുന്ന അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്ന ആളുകൾ വന്നിട്ടുണ്ട്. പിന്നെ ഈ അപകട മേഖലയാണെന്ന് മനസ്സിലാക്കിയിട്ട് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഉരുൾപൊട്ടലുണ്ടാകും എന്ന് പേടിച്ച് ഈ പ്രദേശത്തേക്ക് വന്ന ആളുകളുണ്ട്. അങ്ങനെ ബന്ധുവീടുകളിലേക്കും സുഹൃത്തുക്കളുടെ വീടുകളിലേക്കൊക്കെ വന്ന ഒത്തിരി ആളുകളുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ അവരുമൊക്കെ ഈ ദുരന്തത്തിൽ പെട്ടു, അവരെ കാണാതായിട്ടുണ്ട്. അവരെ കുറിച്ച് ഈ അതിഥി തൊഴിലാളികളുടെ കാര്യമാണ് പ്രശ്നം. അവരെ കണക്കില്ല, അവർക്ക് കണക്കില്ല. നമ്മുടെ അവര് ബന്ധുക്കൾ ഇങ്ങനെ അന്വേഷിച്ച് വരുമ്പോഴേക്കും മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ബന്ധുക്കൾ ഇങ്ങനെ അന്വേഷിച്ച് വരുമ്പോൾ ഇങ്ങനെ ഒരാളിനെ കാണില്ല എന്ന് പറഞ്ഞാൽ അവരവിടെ വന്നതിന് പ്രത്യേക തെളിവില്ല. അവരവിടെ ജോലിയെ കുറച്ചൊക്കെ കാണുമായിരിക്കും, പക്ഷേ ഇത് വല്ലാത്തൊരു ഇതാണ്. അപ്പോൾ നമ്മുടെ ഇതിൽ നിന്നൊക്കെ ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. ഒന്ന് നമ്മുടെ നാട്ടിൽ വന്നിരിക്കുന്ന അതിഥി തൊഴിലാളികളുടെ കൃത്യമായ മാത്രമല്ല അവിടെ ഹോം സ്റ്റേകളുണ്ട്. അപ്പോൾ ഈ വിദേശത്ത് ചിലപ്പോൾ കണക്ക് കാണും, ടൂറിസ്റ്റുകളൊക്കെ കണക്ക് കാണും. പക്ഷേ ഈ അതിഥി തൊഴിലാളി കാര്യത്തിൽ കണക്കില്ലല്ലോ. അവർ വന്ന് എത്ര പേരിവിടെ ഉണ്ട്, നമ്മുടെ ഗവൺമെന്റിനും അറിയില്ല എത്ര പേരുണ്ട്, എത്ര പേര് എവിടെ ജോലി ചെയ്യുന്നു, ആരുടെ കീഴിൽ ജോലി ചെയ്യുന്നു, എവിടെ താമസിക്കുന്നു, ഇവരുടെ അവിടുത്തെ ആക്ടിവിറ്റീസ് എന്താണ്, ഇതൊന്നും നമ്മുടെ ഗവൺമെന്റിന് അറിയില്ല. സത്യത്തിൽ ഒരു ഗവൺമെന്റ് ഇതൊക്കെ അറിയേണ്ടതാണ്. ഈ ദുരന്തം അതിനും കൂടെ ഒരു വഴി വെച്ചിരിക്കുന്നു. കൃത്യമായ കണക്കുകൾ എടുക്കാൻ ഒരു സാധ്യത ഉണ്ടാവുമെന്ന് തോന്നുന്നു. കാരണം ഇനിയിപ്പം അതിഥി തൊഴിലാളികൾ കുറേ പേര് കണ്ടില്ല എന്നുള്ള വാർത്തകൾ നമുക്ക് പിന്നീട് ഇതിൻ്റെ പുറകെ നമുക്ക് കേൾക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമ്മൾ ബെയിലിപ്പാലം ഒരു നല്ല ഒരു കാര്യമാണ്. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കേരളത്തിൽ ഇത്രയും പെട്ടെന്നൊരു ബെയിലിപ്പാലം വന്നതും ആ ബെയിലിപ്പാലത്തിലൂടെ രക്ഷാപ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരെ ആ രീതിയിൽ തന്നെ അത് കണ്ടതുകൊണ്ടാണ് പെട്ടെന്ന് സൈന്യം രംഗത്തിറങ്ങി ബെയിലിപ്പാലം വന്നിരിക്കുന്നത്. എന്തായാലും നല്ലൊരു കാര്യം. നമുക്ക് ആൾക്കാർക്ക് അത് കേൾക്കാനും അത് വന്നതും ഒരു ആശ്വാസവും ആയിട്ടുണ്ട് അല്ലേ നമ്മുടെ ബെയിലിപ്പാലം വന്നത്.